റംല, ഈ മുഹമ്മദ് അട്ടൂരാൻ എന്ന മാമിയുടെ അസാന്നിധ്യം ആഗ്രഹിച്ചിരുന്നവരുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഈ മാമിയെ നിശബ്ദനാക്കാനോ മാമിയുടെ സാന്നിധ്യം ബുദ്ധിമുട്ടിക്കുകയോ ചെയ്ത മനുഷ്യർ റംലയുടെ പരിചയത്തിലോ കേട്ടുകേൾവിയിലോ ഉണ്ടോ? വലിയ ബിസിനസ്സാണ്, കോടിക്കണക്കിന് രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന ആളാണ് മാമി. തീർച്ചയായും അങ്ങനെ ഒരു സംശയം നമുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബിസിനസ് കാര്യങ്ങൾ മാമി വീട്ടിലൊന്നും ഷെയർ ചെയ്തിരുന്നില്ല. ഒരു ശത്രുക്കൾ ബിസിനസ് മേഖലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയുള്ളൂ. ആ മേഖല തീർച്ചയായിട്ടും നമുക്ക് ഫാമിലിക്ക് അതിനെപ്പറ്റി ഒരു അറിവും ഇല്ല. ശരിക്കും ഉണ്ടായിരിക്കണം. ചിലപ്പം റിയൽ എസ്റ്റേറ്റ് മേഖലയാണല്ലോ, അപ്പൊ മാമിയുടെ പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ. ADGP അജിത് കുമാർ അടക്കമുള്ളവർ ഇടപെട്ടി അന്വേഷണത്തെ വഴിതെറ്റിക്കുന്നു എന്നൊരു ആരോപണം റംലയ്ക്കുണ്ടോ? തുടക്കത്തിൽ ADGP സാറ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇതിൽ ഇടപെടുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് SIT വരുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് ശരിക്കും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. ഇത്രയും ശ്രദ്ധ മാമിയുടെ കേസിൽ കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഒരു ശരിക്കും ഒരു സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഈ SITയിലുള്ള സ്പെഷ്യൽ അന്വേഷണ ടീമിലുള്ള അംഗങ്ങൾ നമ്മൾ നേരത്തെ നടക്കാവ് പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന ടീം തന്നെയാണ്. അവർ 6 മാസത്തോളം കാര്യമായിട്ട് ഒരു അപ്ഡേറ്റ്സും നമുക്ക് തന്നിട്ടില്ല. ഒരു പ്രോഗ്രസ്സും കേസിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ടീമിനെ വീണ്ടും ഈ ടീം അംഗങ്ങളായിട്ട് എടുത്തതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും ആശങ്കയുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മളും ഫാമിലിയും ആക്ഷൻ കമ്മിറ്റി സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ആ ആക്ഷൻ കമ്മിറ്റിയും വേണ്ട എന്ന് പറഞ്ഞ ഒരു അന്വേഷണ ടീമിനെ വീണ്ടും ഈ അന്വേഷണം ഏൽപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് ശരിക്കും ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ അൻവർ MLA വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ശരിക്കും നമുക്ക് ഞങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ശരിക്കും. കാരണം ഈ തരം അലിഗേഷൻസ് ഒക്കെ ഉള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ നിയമിച്ച അന്വേഷണ ടീമിന് എത്രമാത്രം മാമിയുടെ കേസിൽ പുരോഗതി ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു ആശങ്കയും പേടിയും സംശയവും ഒക്കെ. നിങ്ങളുടെ ആവശ്യം ഇപ്പോഴെന്താണ്? തീർച്ചയായിട്ടും നമുക്ക് കേരള പോലീസിലുള്ള വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരാണ് കേരള പോലീസ് എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം. പല കേസുകളും അവരുടെ വൈദഗ്ധ്യം തെളിയിച്ചവരാണ്. പക്ഷേ മാമിയുടെ കേസിൽ മാത്രം അവരെ ഒരു കൊല്ലമായിട്ടും ആദ്യത്തെ ഒരാഴ്ചയിൽ തന്ന ഒരു റിസൾട്ട് അല്ലാതെ നമുക്കിതുവരെ ഒരു റിസൾട്ടും ഒരു അപ്ഡേറ്റ്സും പോലീസിന് തരാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളോട് ഓരോ മാസം ഒരാഴ്ച അങ്ങനെ ഡേറ്റ് പറഞ്ഞ് അങ്ങനെ ഒരു വർഷം മുന്നോട്ട് പോയി. ഇനിയും ഈ സംഭവം നീട്ടി ഇങ്ങനെ പോവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾക്ക് പറ്റുന്നില്ല. അതിന് നിങ്ങൾക്കറിയാം ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ. ഒരു മനുഷ്യൻ ഒരു വർഷമായിട്ട് കാണാമറിയത്താണ്, അതും നിറയെ ക്യാമറ കണ്ണുകളുടെ ഒരു നഗരമധ്യത്തിൽ നിന്ന് ഒരു മനുഷ്യൻ മാഞ്ഞു പോവുകയാണ് ചെയ്തത്. ADGP അജിത് കുമാർ ഈ അന്വേഷണത്തിൽ ഇടപെടരുതെന്നും ഈ അന്വേഷണം മറ്റേതെങ്കിലും ഏജൻസി ഏൽപ്പിക്കണമെന്നുമുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും അത് CBI അന്വേഷിച്ചാൽ മാത്രമേ ഈ കേസിന് ഒരു തുമ്പുണ്ടാവും എന്നുള്ളത് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. CBI അന്വേഷണമാണ് ഈ കേസിന് വേണ്ടത്. പല അന്വേഷണ ടീമായിട്ട്. അതെ, എന്തായാലും നമുക്ക് പോലീസ് അവർ നല്ല എഫിഷ്യൻ്റായിട്ട് അന്വേഷിച്ചിരുന്നു എന്ന് പറയുന്നത്. അവർ കുറേ കേസുകളും നമുക്കറിയാം കേരള പോലീസ് അത്രയും എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ ഉപ്പയുടെ കേസിൽ അവർ നല്ല ലാഗാണ്. അവർക്ക് എന്താ സംഭവിച്ചോ നമുക്കറിയില്ല, നമുക്കിപ്പോഴും സംശയമുണ്ട്. അതുകൊണ്ട് എന്തായാലും CBIക്ക് കേസ് കൊടുക്കണം തന്നെയാണ് നമ്മൾ ഫാമിലി ആഗ്രഹിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വച്ചിരിക്കുന്നത്. പ്രേക്ഷകർ ഈ ദൃശ്യത്തിൽ കാണുന്ന വ്യക്തിയാണ് മുഹമ്മദ് അട്ടൂരാൻ. അദ്ദേഹത്തെ വിളിക്കുന്നത് കോഴിക്കോട്ടുകാർക്ക് അദ്ദേഹം മാമി എന്ന നിലയിലാണ് സുപരിചിതൻ. മുഹമ്മദ് അട്ടൂരാൻ്റെ ചിത്രമാണ് പ്രേക്ഷകർ കാണുന്നത്. നിങ്ങൾ ഇദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കുക. എവിടെയെങ്കിലും നിങ്ങൾ ഇദ്ദേഹത്തെ അവസാനം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും റിപ്പോർട്ടറുമായും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഗുരുതരമായ ആരോപണമാണ് PV അൻവർ MLA ഈ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതേ ആരോപണമാണ് ഇപ്പോൾ കുടുംബവും ആവർത്തിക്കുന്നത്. CBI അന്വേഷണം വേണമെന്നാണ് മാമിയുടെ കുടുംബത്തിൻ്റെ ആവശ്യം, മുഹമ്മദ് അട്ടൂരാൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം. നന്ദി അദീബ, നന്ദി റംല. എന്തായാലും റിപ്പോർട്ടർ TVയും ഈ അന്വേഷണത്തോടൊപ്പം തന്നെ നിൽക്കാൻ തീരുമാനിക്കുകയാണ്. എന്താണ് മുഹമ്മദ് അട്ടൂരാന് സംഭവിച്ചത് എന്ന് നമുക്കറിയണം. തീർച്ചയായും കുടുംബത്തോടൊപ്പം ഉണ്ടാവും. നമ്മൾ ഈ അന്വേഷണത്തിൻ്റെ ഏതു ഘട്ടം വരെയും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും.
Meet with Arun Kumar.